ഇന്ന് നടുവേദന ചികിത്സാ രംഗത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് ഡിസ്ക് തള്ളലും ഡിസ്ക് പിടിച്ചിടലും. ഡിസ്ക് ചികിത്സയിൽ യാതൊരുവിധ സാമ്യവുമില്ലാത്ത പലതരം കോപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഡിസ്ക് തള്ളിപ്പോകുമെന്ന് ഒരു വൈദ്യപുസ്തകങ്ങളിലും പറയുന്നില്ല. ഡിസ്കിൻ്റെ ശരിയായ സ്ഥാനവും രൂപവും അറിയാവുന്ന ഒരാളും ഡിസ്ക് തള്ളുമെന്നും ഡിസ്ക് പിടിച്ചിടാമെന്നും പറയില്ല. നട്ടെല്ലിൻ്റെ ഇടയിൽ വിടവില്ല. നട്ടെല്ല് മൊത്തം ഒരു മോൾഡിംഗ് ആണ്. അവിടെ നിന്നും തള്ളിപ്പോകുന്ന ഒരു വസ്തുവും ഇല്ല. നാം ചിത്രങ്ങളിൽ കാണുന്ന ഡിസ്ക് അല്ല യഥാർത്ഥത്തിലുള്ളത്. നാം ചിത്രങ്ങളിൽ കാണുന്ന ഡിസ്ക് കലാകാരന്മാർ വരച്ചുണ്ടാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടിട്ടാണ് പലരും ഡിസ്ക് തള്ളിപ്പോകുമെന്നും ഡിസ്ക് യഥാസ്ഥാനത്ത് പിടിച്ചിടാമെന്നും പറയുന്നത്. ഇക്കൂട്ടർ യഥാർത്ഥത്തിലുള്ള ഡിസ്ക് കണ്ടിട്ടില്ല. ഡിസ്ക് ഇരിക്കുന്നത് പുറത്ത് നാം തടവിയാൽ കാണുന്ന നട്ടെല്ലിൻ്റെ പിൻഭാഗത്തല്ല, മറിച്ച് നട്ടെല്ലിൻ്റെ മുൻവശത്ത് ബോഡി എന്ന സ്ഥലത്താണ്. നാം പുറത്ത് തടവിയാൽ കാണുന്നത് നട്ടെല്ലിൻ്റെ മുള്ളു പോലെയുള്ള സ്പൈനസ് പ്രോസസ് എന്ന ഭാഗമാണ്. ഡിസ്ക് തള്ളുമെന്നും ഡിസ്ക് പിടിച്ചിടാമെന്നും പറയുന്ന പലർക്കും ഡിസ്കിൻ്റെ ശരിയായ രൂപമോ അത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യമോ അവർക്കറിയില്ല. അവർ പുറത്ത് തടവിയാണ് ഡിസ്ക് പിടിച്ചിടുന്നത്. ഒരാൾക്കും ശരീരത്തിൻ്റെ പുറകിൽ നിന്നോ മുന്നിൽ നിന്നോ ഡിസ്കിനെ തൊടാൻ സാധിക്കില്ല. ഡിസ്ക് വിഷയത്തിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് എതിരെ 2005 ഞാൻ നടുവേദന ഡിസ്ക് MRI സ്കാനിങ് യാഥാർത്ഥ്യമെന്ത് എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ശരിയായ നടുവേദന ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടുക.